ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊണ്ട് കളഞ്ഞ് വെച്ചിരുന്നതാണ്. തൊണ്ട് കളഞ്ഞ് എപ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് ഇടണേ, അല്ലെങ്കിൽ അത് കറുത്ത് പോകും. അപ്പോൾ ഒത്തിരി വലുതൊന്നുമല്ല, ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു 3-4 കഷ്ണമായിട്ട് കീറിയെടുക്കണേ. എന്നിട്ട് വട്ടത്തിൽ നീളത്തിൽ മുറിക്കണം. കനം കുറച്ച് വേണം മുറിക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഒരു നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ചതുരക്കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മുറിക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെന്തങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. ഇനി ഒരു 3-4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പച്ച വഴുതനങ്ങയാണ്, നമുക്കുണ്ടായതാണ്. അപ്പോൾ പൊട്ടിക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതും ഈ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. എന്നിട്ട് വട്ടം പൊളന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം, കനം കുറച്ച്. ഈ വഴുതനങ്ങയും നമ്മളിങ്ങനെ മുറിച്ചിടുമ്പം വെള്ളത്തിലേക്ക് മുറിച്ചിടണേ, അല്ലെങ്കിൽ അതും ഇതേമാതിരി തന്നെ ഒരു കറ വരും. ഞാനപ്പോൾ അത് പാത്രത്തിലെടുത്തത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇനി ഇത് വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണേ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ കറ ഉണ്ടാവില്ല. എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. അധികം മൂക്കാത്ത വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ ഉള്ളിയൊക്കെ. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഞാനിതിലേക്ക് ഇടിച്ച മുളകാണ് ഇടുന്നത്. ഒരു 2 സ്പൂൺ ഇടിച്ച മുളക്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. പതുക്കെ ഒന്ന് മണം മാറി കിട്ടിയാൽ മതിയേ, ആ പച്ചമണം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേവിച്ചിട്ടില്ല ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ തിളപ്പിച്ച് ഊറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വേവിക്കാതെ തന്നെയാണ് ഇട്ടിരിക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ
ഏറ്റവും കുറച്ചിട്ട് കൊടുക്കണേ. അന്നേരം ഇതൊന്ന് പൊത്തി വെക്കണം. അപ്പോഴത്തേനും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിൻ്റെ ഒരു പകുതി വേവായിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. കണ്ട ഒന്നിനൊന്ന് തൊടാതെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകി വെള്ളം ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് വേണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്നിനൊന്ന് തൊടാതെ കിടക്കും. ഇനി നമുക്കിതൊന്ന് പൊത്തി വെക്കണേ. എന്നിട്ട് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ തീ കുറച്ചാണ് വെച്ചിരുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. വെന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കിങ്ങനെ ഒന്ന് പൊത്തി വെക്കാം. അപ്പോഴത്തേനും നല്ലതുപോലെ വെന്ത് കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.